മധുങ്കൾ, ഇനി നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഹിറ്റ്സ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. പാടാനായിട്ട് നമ്മുടെ ദുർഗു എത്താണ്. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ദുർഗക്കുട്ടി ഓൺ സ്റ്റേജ്. കുട്ടീസ് എന്താ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ദുർഗു എന്നാ പാടാൻ പോണേ? വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. സ്വാമി 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 ലിറിക്സ് ലിറിക്സ് ശ്രീകുമാരൻ തമ്പി സാർ. മ്യൂസിക് ദക്ഷിണാമൂർത്തി സാർ. പാടിയത് ജാനകി അമ്മ. ഫിലിം മായ. ഇയർ 1972. ഇതിൽ ജേട്ടന്റെ ഒരു ഉഗ്രം പാട്ടുണ്ട്. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിന് വൈഡൂര്യം, കാട്ടാറിന് എന്തിന് പാദസരം, എന്റെ കൺമണിക്ക് എന്തിന് പാടിക്കോട്ടോ. All the best. Thank you. വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. വാരണ വിടുവാൻ വരിനെല്ലുമായി വന്നു വണ്ണാത്തിക്കുരുവി. വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. കുളി കഴിഞ്ഞീറനും മാറാതെ ഞാനെന്റെ കൂവളത്തറയിലിരുന്നു. കുളി കഴിഞ്ഞീറനും മാറാതെ ഞാനെന്റെ കൂവളത്തറയിലിരുന്നു. വിരുന്നു വരുന്നുണ്ട് ഗായകനെന്നൊരു, വിരുന്നു വരുന്നുണ്ട് ഗായകനെന്നൊരു കുറുമ്പു പറഞ്ഞു കുരുവി. വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. കുരുത്തോലത്തോരണം ചാർത്തിയ കാവിന്റെ കുറുമൊഴി മുല്ലക്കടവിൽ. കുരുത്തോലത്തോരണം ചാർത്തിയ കാവിന്റെ കുറുമൊഴി മുല്ലക്കടവിൽ. ഒളി കണ്ണാലെന്നെ കളിയാക്കാൻ നിന്നു, ഒളി കണ്ണാലെന്നെ കളിയാക്കാൻ നിന്നു ഒരു കൊച്ചു പൂവാലനണ്ണാൻ. വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. വാരണ വിടുവാൻ വരിനെല്ലുമായി വന്നു വണ്ണാത്തിക്കുരുവി. വലംപെരിശങ്കിൽ തീർത്ഥവുമായി വന്നു ദ്വാദശി പുലരി. വെരി ഗുഡ്. താങ്ക് യു. ദുർഗു, എന്തോ ഇതിലൊരു മാജിക് ഉണ്ടായിരുന്നു കേട്ടോ. ജാനകിയമ്മയുടെ പാട്ട് വാണിയമ്മ പാടി പോലെ ഉണ്ട്. വാണിയമ്മയുടെ കൊച്ചുകുട്ടി കാലങ്ങളിൽ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു ശബ്ദമായിരിക്കും കേട്ടോ എന്ന് തോന്നുന്നുണ്ട്. ഈ പാട്ട് കേട്ടപ്പോൾ അങ്ങനെ ആണ് തോന്നിയത്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് സ്വാമികളുടെ. പിന്നെ തമ്പി സാറ് എഴുതിയിരിക്കുന്നത്. ഇതിൽ വാരണ വിടുവാൻ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ഞാൻ ഒരാളത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അനുവാദം നൽകൽ എന്നാണ് എൻ്റെ അർത്ഥം എന്നാണ്. അത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു തന്നത് ഇങ്ങനെയാണ്. ഇനി തമ്പി സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണം. ഇത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു എക്സ്പ്രഷൻ കേട്ടിട്ടില്ല. തമ്പി സാറിനെ ഒന്ന് വിളിച്ചാലോ? നമസ്കാരം മാഷേ.
ഈ നമ്മുടെ സ്വാമി ചെയ്ത പാട്ടിലെ മാസ്റ്റർ പാട്ട് വലംപിരി ശംഖിൽ തീർത്ഥവുമായി, അതെ അതില് വാരണ വിടുവാൻ എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. വാരണ വിടുവാൻ അത് മലബാറിൽ പാരണ എന്ന് പറയും, ഞങ്ങൾ തിരുവിതാംകൂറിൽ വാരണ എന്ന് പറയും. ഓ, മലബാറിൽ പാരണ എന്ന് പറയും, തിരുവിതാംകൂറിൽ വാരണ എന്ന് പറയും. എന്താ ഇതിന്റെ അർത്ഥം? വാരണ വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അരി കഴിക്കാതിരിക്കുകയല്ലോ ഏകാദശിക്ക്. അപ്പൊ രാവിലെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ ശുദ്ധ വെള്ളത്തില് ഈ അരി ഇത് ഇട്ടിട്ട് അരിയുടെ അളന്ന് അരി ഇട്ടിട്ട് നമ്മൾ വായിലേക്ക് വീഴും. നമ്മളെ വ്രതം തീർക്കുക. ഓ ശരി ശരി. അതിനാണ് പാരണ വിടുക എന്ന് പറയുന്നത്. അത് സ്ത്രീകൾ നമ്മുടെ പഴയ നായർ വീട്ടുകളിൽ നായർ തറവാടുകളിലൊക്കെ കിണറ്റിൽ വന്ന് അടുത്ത് വന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോരി ആ ശുദ്ധജലത്തിലാണ് ഇത് ചെയ്യുക. വാരണ വിടുക, അത് ഞങ്ങള് വാരണ വിടുക എന്നാ പറയുന്നത്. ഓ ശരി ശരി മാഷേ. അപ്പൊ ഇത് ഞങ്ങളിവിടെ ഫ്ലവേഴ്സില് ഒരു കുട്ടി പാടി ഇപ്പോ. പാടുമ്പോ ഒരു വാരണ എന്നാണ് പറയണത്, കാരണം എന്റെ ഭാഷ അതാണല്ലോ. ശരി ശരി, വാരണ അങ്ങനെ തന്നെയാ പാടിയത്. ഓക്കെ. അത് എന്റെ അടുത്ത് കുട്ടൻചേട്ടൻ ചോദിക്കണ്ട, MJ കുട്ടൻചേട്ടൻ ഉണ്ട്. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. തമ്പി സാറിന്റെ പാട്ടുകളിലാണ് അത്ഭുതങ്ങളായിട്ടുള്ള പ്രയോഗങ്ങൾ വരാറ്. അപ്പൊ എനിക്ക് മലയാളം ഒന്നും അത്ര വലിയ പിടിയില്ലെങ്കിലും തമ്പി സാറിന്റെ പാട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമുണ്ട്, ഒരു സ്റ്റുഡന്റ് ആയിട്ട്. വാരണ വിടുക എന്ന് മലബാറുകാർ പറയും, നമ്മൾ വാരണ വിടുക എന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ ഓണാട്ടുകര ഭാഷ വാരണ എന്ന് പറയുന്നത്. ഓ ഓ ഓ ഓ തീർച്ചയായിട്ടും. താങ്ക് യു സാർ. ഇതൊരു വളരെ മനോഹരമായ ഒരു മൊമെന്റ് ആയിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ലെ. കാരണം തമ്പി സാറിനെ പോലെ ഇത്രയും മഹത്വമുള്ള ഒരാളുടെ ഒരു ശബ്ദം ഇവിടെ കേൾക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതകരമായിട്ടുള്ള ചില യൂസേജസ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കാണാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു യൂസേജ് ആണ്. അപ്പൊ ഇത് നമുക്കും പഠിക്കാം, നമുക്കും ഒരു അറിവാണ്. നാളത്തേക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ. ദുർഗുവിന്റെ നാട് തന്നെയാണോ അദ്ദേഹത്തിന്റെ? ഓണാട്ടുകര. അവിടെയാണ് തമ്പി സാറിന്റെ നാട്. അപ്പൊ ഞാൻ ആദ്യം ആർത്ത് ചോദിച്ച അനുവാദം അതല്ല കേട്ടോ. അപ്പൊ അത് തെറ്റായിരുന്നു. ഇപ്പൊ വിളിച്ചത് നന്നായി. അല്ലെങ്കിൽ തെറ്റ് പറഞ്ഞെന്നുള്ള ഖ്യാതി കൂടി എനിക്ക് കിട്ടിയേനെ എടാ. പിന്നെന്താ വെച്ചാ ഈ രാഗത്തിന്റെ ചില ഛായകൾ ചില ഇടങ്ങളിൽ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് മോള് പാടുമ്പോ. അത് പ്രത്യേകിച്ചും ഈ കുളി കഴിഞ്ഞീറനും മാറാതെ ഞാൻ എന്റെ കൂവളത്തറയിലിരുന്നു. ആഹാ, ദുർഗു പാടിയതേ എന്റെ ചെവിയിലുണ്ട്. അത് അനുഭവിക്കാൻ പറ്റി. ആ റേഞ്ചിലാണ് ദുർഗുവിന്റെ ഏറ്റവും നല്ല ശബ്ദമുള്ളത്. കേട്ടോ, ഓസം കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒളി കണ്ണാൽ എന്നെ കളിയാക്കാൻ നിന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ഫീൽ ചെയ്ത്, ആ ലിറിക്ക് ഫീൽ ചെയ്തു, ആ സംഗീതം ഫീൽ ചെയ്തു, ആ ക്യാരക്ടർ ഫീൽ ചെയ്തു. ആ സിനിമയിലുള്ളത് ജാനകിയമ്മയുടെ ശബ്ദം പോലെ അല്ല, വാണിയമ്മയുടെ ശബ്ദം പോലെ ധ്വനിച്ചു. അത് നന്നായിരുന്നു. ഒന്ന് രണ്ട് സജഷൻസ്. ഇപ്പൊ വണ്ണാത്തിക്കുരുവി എന്നില്ലേ, അത് ഒന്നുകൂടെ പാടാമോ? കുരുവി കുരുവി അതെ പഠിയേ. കുരുവി അങ്ങനെ വരണം. അപ്പൊ കുറച്ചും കൂടെ രാഗഛായ കുറച്ചും കൂടെ നന്നായിട്ട് വരുമായിരിക്കും. സ്വാമികളല്ലേ, ഓരോ നിമിഷങ്ങളിലും അവിടെ ഓരോ രാഗത്തിന്റെ തുടുമ്പലുണ്ടാവും അദ്ദേഹം ചെയ്യുമ്പോ കേട്ടോ. അപ്പൊ അത് രസമായിരുന്നു. ഈ സെലക്ഷൻ ഒരു കൈഡി കൊടുക്കണം. ഈ കാലങ്ങളിലൊന്നും നമുക്ക് ഇത്രയും നല്ല പാട്ടുകളൊന്നും കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ. അന്നൊക്കെ ഉണ്ടായിരുന്ന രീതികളിലുള്ള പാട്ടുകൾ ഇന്ന് കേൾക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു വെൽക്കം ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറേ നാൾ മഴ പെയ്യാതെ ഒരു മഴ പെയ്ത പോലെ ഒരു ഫീലാണ്. അതും ചാറ്റൽ മഴയാണ്, നമ്മളെ സുഖം തരുന്ന ഒരു മഴയാണ്. അത് സംഗീതത്തിന്റെ മഴയാണ്. അതാണ് സത്യമായ മഴ. അത് നന്നായിരുന്നു. ദുർഗകുട്ടി എന്തോ നല്ല ബ്യൂട്ടിഫുൾ ആയി പാടി കേട്ടോ. ചേച്ചി. ഒരുപാട് ഭാഗങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി അനുപല്ലവിയുടെ തുടക്കം. അനുപല്ലവി തുടങ്ങിയപ്പോ ആ ഹൈ റേഞ്ച് രേഖ രേഖ ആ ഒരു റേഞ്ചില് ദുർഗക്കുട്ടിയുടെ ശബ്ദം ഭയങ്കര ബ്യൂട്ടിഫുൾ ആ കേൾക്കാൻ വേണ്ടിട്ട്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് അത് കേൾക്കാൻ വേണ്ടിട്ട്. മാത്രമല്ല ആ സമയത്തുള്ള ആ ഒരു ത്രോ ഉണ്ടല്ലോ വോയിസിന്റെ, അത് ഭയങ്കര രസമാണ്. എനിക്ക് അത്രയും എന്താ പറയാ, അത്രയും ത്രോവും അത്രയും വോളിയും ദുർഗക്കുട്ടിയുടെ ആ വോയിസിൽ കിട്ടും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വന്നു. അയ്യോ, അങ്ങ് എത്തിയത് അത് നല്ല രസമായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പിന്നെ ഒളി കണ്ണാൽ എന്നെ കളിയാക്കാൻ നിന്നു, അതിന്റെ രണ്ടാമത്തെ
റിപ്പീറ്റ് വന്നില്ലേ, അതും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ദുർഗക്കുട്ടി പാടിയത് കേട്ടോ. താങ്ക് യു. നന്നായി പാടി. എനിക്ക് ഇന്നത്തെ ആ ഒരു വോയിസ് ആണ് എം ജെ സാർ പറഞ്ഞ പോലെ പളുങ്ക് പോലത്തെ അതെ, ആ ശബ്ദം ഇങ്ങെത്തി. ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ. ചേച്ചി. പിന്നെ എനിക്കൊരു ചെറിയൊരു ക്ലാരിറ്റി കുറവ് ഒരു സ്ഥലത്തും കൂടെ തോന്നിയത്, കുരുത്തോല തോരണം ചാർത്തിയ കാവിന്റെ ആ ചാർത്തിയ എന്ന് പറഞ്ഞ ഭാഗം ഒന്നുകൂടെ പാടാവോ? കുരുത്തോല തോരണം ചാർത്തിയ കാവിന്റെ. അതിന്റെ ശ്രുതിയാണ് പ്രശ്നം തോന്നുന്നത്. Yes. പാടി 2 തവണയും ചാർത്തിയാന്ന് പാടിയപ്പോ ശ്രുതി കുറച്ച് രണ്ടാമത്തെ തവണ എങ്ങനെയായിരുന്നു? കുരുത്തോല തോരണം ചാർത്തിയ താരര ചാർത്തിയ കാവിന്റെ ആ കുറുമൊഴി Yes. ചാർത്തിയ ആണ്. നേരത്തെ സെയിം ആ ഒരു ഇതിൽ ചാർത്തിയ ചാർത്തിയ നേരത്തെ സെയിം അതേ ഒരു പാറ്റേൺ ഇല്ലേ, ആ ഒരു രാഗത്തിന്റെ ആ ഒരു ഭാവം. എസ്പെഷ്യലി ഒരു രാഗം എന്ന് പറയുമ്പം അതിന്റെ കുഞ്ഞു കുഞ്ഞ് ഈ പറയുന്ന കുണുക്ക് സംഗതികളിലാണ് അതിന്റെ ആ ഒരു ബ്യൂട്ടി കിടക്കുന്നത്. അപ്പൊ അതിന്റെ ചെറിയ എന്താ പറയാ, ചെറിയ ഡീറ്റെയിൽസ് മിസ്സാവുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഭംഗിക്ക് ഒരു ഓർണമെന്റ് ഇടുന്ന പോലെ കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബ്യൂട്ടിഫുൾ വോയിസ്. അഗൈൻ ഒന്നും കൂടെ പറയാണ്, നല്ല പളുങ്ക് പോലത്തെ ശബ്ദം കേട്ടോ. അതിന്റെ കൂടെ നല്ല സെലക്ഷൻ, നന്നായി പാടുകയും ചെയ്തു. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ദുർഗക്കുട്ടി, എന്തോ എന്താണ് ഇമ്പ്രൂവ്മെന്റ്? എന്തൊരു ഇമ്പ്രൂവ്മെന്റ് ആണിത്. ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നല്ലതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ശരിക്കും ഒന്നും കൂടി കറ തീർന്ന പോലെ പാടുന്ന അറിയില്ലേ, അത് അങ്ങനെയാണ് ഇപ്പോ പാടുന്നത്. ശബ്ദം ബ്രൈറ്റ് ആയി. ആ വൈബ്രേഷൻ ഉണ്ടായിരുന്നു, ശബ്ദത്തിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. സംഗതികൾ പാടുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ സസ്റ്റൈൻ നോട്ട്സ് പാടുമ്പോൾ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം. വോയിസ് പാടുന്ന രീതിയാണെങ്കിൽ നല്ല കോൺഫിഡൻസ് കൂടി, നല്ല ധൈര്യം വന്നു. നേരത്തെ സംസാരിക്കുമ്പോഴും പാടുമ്പോഴൊക്കെ ഒരു ചമ്മലോ ഒരു പേടിയോ മടിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല ധൈര്യത്തോടെ ചിരിച്ചാണ് സംസാരിക്കുന്നത്. അതെ, സംസാരിക്കാൻ നല്ലൊരു കോൺഫിഡൻസ് പാടാനും കിട്ടി. കാരണം ഇവിടെ വന്നപ്പോ തന്നെ ഒരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങി. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ട് പാടുന്നുണ്ട്, ഇപ്പോ സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്ന് ദുർഗക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 out of 100. അപ്പൊ ദുർഗക്കുട്ട, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടെയൊക്കെ ഇംപ്രൂവ് ചെയ്ത് നമ്മൾ മഴ പെയ്പ്പിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.